നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വൃക്കരോഗങ്ങൾ. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർ വൃക്കരോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാറുണ്ട്. ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് വൃക്കരോഗങ്ങളെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ ചാല ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സാരംഗ് വിജയൻ തത്സമയം ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെറിയ കുട്ടികളെ മുതൽ മുതിർന്നവരെ വരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വൃക്കരോഗങ്ങൾ എന്ന് പറയുന്നത്. ഈ വൃക്കരോഗങ്ങളുടെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഒരു രോഗിക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുമോ വൃക്കരോഗമാണ് എന്നത്? ഒന്ന് വിശദീകരിക്കാമോ? വൃക്കകൾ പ്രധാനമായും വളരെ സവിശേഷമായ കുറെ കാര്യങ്ങൾ, ജോലികൾ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥയെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വൃക്കരോഗങ്ങൾ ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് എത്തിച്ചേരാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സാധാരണയായി വൃക്കരോഗികളിൽ കണ്ടുവരുന്ന രോഗലക്ഷണം എന്നത് കാലിലും മുഖത്തും വയറിലുമുള്ള നീര് ഇതാണ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സിംറ്റം. അതോടൊപ്പം മൂത്രത്തിന്റെ അളവിലുള്ള വ്യതിയാനങ്ങൾ കാണാറുണ്ട്. എന്നാൽ ഇത്തരം രോഗലക്ഷണങ്ങൾ ഈ വൃക്കരോഗങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ സാധാരണയായി കണ്ടുവരാറില്ല. ഇനീഷ്യൽ സ്റ്റേജിൽ വളരെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ചില സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങളാണ് വൃക്കരോഗങ്ങൾ കാണുക. ഉദാഹരണത്തിന് വിശപ്പില്ലായ്മ, ദഹനക്കുറവ്, രാത്രിയിൽ കൂടുതൽ തവണ മൂത്രമൊഴിക്കാൻ അനുഭവപ്പെടുക. ഇത്തരം നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ചില ലക്ഷണങ്ങളായിരിക്കും ഇനീഷ്യൽ സ്റ്റേജസിൽ രോഗികളിൽ കണ്ടുവരുന്നത്. അതോടൊപ്പം വൃക്കരോഗങ്ങൾ പല തരത്തിലുള്ള രോഗങ്ങളുണ്ട്. പല തരത്തിലുള്ള രോഗങ്ങൾക്ക് പല തരത്തിലുള്ള ലക്ഷണങ്ങളാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ മൂത്രത്തിലുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കിഡ്നിയിലുള്ള പഴുപ്പ് ഒക്കെ വരുമ്പോൾ സാധാരണ പനി, വിറയലോടുകൂടി പനി, മൂത്രത്തിൽ ചൂട് അല്ലെങ്കിൽ മൂത്രക്കടച്ചിൽ, അല്ലെങ്കിൽ നട്ടലിന്റെ അടിഭാഗത്തായിട്ടുള്ള വേദന, ഇത്തരം ലക്ഷണങ്ങളാണ് ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് കണ്ടുവരുന്നത്. നേരെ മറിച്ച് മൂത്രത്തിൽ കല്ല് അല്ലെങ്കിൽ മൂത്രനാളിയിൽ എവിടെയെങ്കിലും തടസ്സമൊക്കെ സംഭവിക്കുമ്പോൾ സാധാരണയായി നട്ടലിന്റെ അടിഭാഗത്തായിട്ടുള്ള വേദനയായിട്ടാണ് വൃക്കരോഗങ്ങൾ കാണപ്പെടുന്നത്. സോ പല തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ വൃക്കരോഗത്തിന്റെ ഭാഗമായിട്ട് വരും. മറ്റൊന്ന്, വൃക്കരോഗങ്ങൾ കൂടുതൽ തീവ്രമാവുന്നതോടുകൂടി ശരീരത്തിലെ രക്തത്തിന്റെ അളവ് കുറയുകയും വിളർച്ച അനുഭവപ്പെടുകയും ചെയ്യും. അതോടൊപ്പം ശ്വസിക്കുമ്പോൾ ശ്വാസം മുട്ട് വരുന്നത് പോലെ, അല്ലെങ്കിൽ കിതപ്പ്, നടക്കുമ്പോഴുള്ള കിതപ്പ്, ഇതൊക്കെ വൃക്കരോഗത്തിന്റെ ലക്ഷണമാണ്. ഡോക്ടർ, ഇപ്പോൾ ഒരു രോഗി ആശുപത്രിയിൽ എത്തുന്നു. ഡോക്ടർ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉള്ളൊരു രോഗി ആശുപത്രിയിൽ എത്തിയാൽ ഈ വൃക്കരോഗമാണോ എന്ന് കണ്ടുപിടിക്കാൻ ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ് ഡോക്ടർ? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. വൃക്കരോഗങ്ങൾ നിർണ്ണയിക്കുന്നതിന് വേണ്ടി പ്രാഥമികമായി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ എന്ന് പറയുന്നത് യൂറിയ, രക്തത്തിൽ യൂറിയയുടെ അളവ്, ക്രിയാറ്റിനിൻ, പിന്നെ മൂത്രത്തിന്റെ യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ, അതേപോലെ യൂറിൻ പ്രോട്ടീൻ. ഇതാണ് ബേസിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ എല്ലാ രോഗങ്ങളും കണ്ടുപിടിക്കപ്പെടണം എന്നല്ല, എങ്കിലും ഒരു വൃക്കരോഗം ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇത്തരം ബേസിക് ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം. ഇതിൽ എന്തെങ്കിലും അപാകതകൾ കാണുകയാണെങ്കിൽ ഫർദർ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ചെയ്യുന്നത് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുകയാണ്. ഈ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം വൃക്കകളുടെ വലുപ്പം അല്ലെങ്കിൽ വൃക്കകൾ ചുരുങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടോ എന്ന് നോക്കണം. സാധാരണയായി കാലങ്ങളായി വൃക്ക രോഗങ്ങളുള്ളവർക്കാണ് ഈ ചുരുക്കം, കിഡ്നികൾ ചുരുങ്ങി വരുന്നത് കണ്ടുവരുന്നത്. അതോടൊപ്പം സ്കാനിങ്ങിൽ മറ്റു ചില വ്യത്യാസങ്ങൾ നോക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഈ അസുഖങ്ങൾ ഈ കുറച്ചു കാലം കൊണ്ട് ഉണ്ടായതാണോ അതോ വൃക്കരോഗങ്ങൾ കാലങ്ങളായി ഉള്ള ഒരാളാണോ എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും. അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ നമുക്ക് വ്യക്തമാവാത്ത ചില അസുഖങ്ങൾ, ഉദാഹരണത്തിന് ചിലപ്പോൾ പല്ല് അല്ലെങ്കിൽ മൂത്ര തടസ്സം, ഇതൊക്കെ ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ് വ്യക്തമായി മനസ്സിലായെങ്കിൽ നെക്സ്റ്റ് സ്കാനിങ് എന്ന് പറയുന്നത് CT സ്കാനാണ്. സോ അടുത്ത ഒരു പടിയായി നമ്മൾ CT സ്കാൻ ചെയ്യും. മറ്റൊന്ന്, ഈ വൃക്കകളുടെ ഫിൽട്ടർ അല്ലെങ്കിൽ മെംബ്രെയിൻ, ഗ്ലോമറുലർ മെംബ്രെയിൻ, അതിനുള്ള ഡാമേജ് കാരണം മൂത്രത്തിൽ പ്രോട്ടീൻ നഷ്ടപ്പെടുന്ന ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ. ഇത്തരം അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് കിഡ്നി ബയോപ്സി അല്ലെങ്കിൽ കുത്തിപ്പരിശോധന ചെയ്യുന്നത്. കിഡ്നി ബയോപ്സി എന്ന സാധാരണയായി കോശങ്ങൾ, വൃക്കയിൽ നിന്ന് കുറച്ച് കോശങ്ങൾ കുത്തിയെടുത്ത് മൈക്രോസ്കോപ്പിനടിയിലൂടെ നോക്കുന്നതാണ് കിഡ്നി ബയോപ്സി എന്ന് പറയുന്നത്. സോ കിഡ്നി ബയോപ്സിയും ഒരു പ്രധാനപ്പെട്ട ഡയഗ്നോസ്റ്റിക് ടൂളാണ്. ഡോക്ടർ, ഈ പ്രമേഹം, രക്തസമ്മർദ്ദം പോലെയുള്ള ഈ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് കൂടുതലായും വൃക്കരോഗം വരുന്നതായിട്ട് കാണാറുണ്ട്. ഇങ്ങനെയുള്ളവരിൽ വൃക്കരോഗം തടയാൻ എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഡോക്ടർ? ഈ നമുക്കറിയാം, വൃക്കരോഗങ്ങൾ
സംഭവിക്കുന്നതിൽ 70 ഓൾമോസ്റ്റ് 70-80% കോസ് എന്ന് പറയുന്നത് ഈ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ്, അതോടൊപ്പം ഹൈപ്പർ ടെൻഷൻ, ഇത് രണ്ടും ഏറ്റവും കോമൺ ആയിട്ട് വൃക്കരോഗങ്ങൾ കാരണമാകുന്ന അസുഖം. സോ ഇത്തരം രോഗങ്ങളുള്ളവർ പീരിയോഡിക്കലി ഈ പറഞ്ഞ കിഡ്നി ടെസ്റ്റുകൾ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. അത് വളരെ നേരത്തെ തന്നെ കിഡ്നിയിൽ ഉണ്ടാകുന്ന അപാകതകൾ കണ്ടുപിടിക്കാൻ സഹായകരമാണ്. സോ സാധാരണയായി ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ യൂറിയ, ക്രിയാറ്റിൻ, യൂറിൻ റൂട്ടീൻ എക്സാമിനേഷൻ, അതോടൊപ്പം യൂറിൻ പ്രോട്ടീൻ, ഈ ബേസിക് ടെസ്റ്റുകൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എസ്പെഷ്യലി ഈ ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനുള്ള രോഗികളിൽ ഈ 4 ബേസിക് ടെസ്റ്റുകളാണ് സാധാരണയായി ചെയ്തു വരുന്നത്. സോ ഇത്തരം സ്ക്രീനിങ്ങിലൂടെ നമുക്ക് വളരെ നേരത്തെ തന്നെ വൃക്കരോഗങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കുകയും അങ്ങനെ നേരത്തെ ഒരു ഏർലി സ്റ്റേജസിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് പരമാവധി മരുന്നുകൾ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റം. അതായത് ചിട്ടയായ രീതിയിലുള്ള വ്യായാമം, ഭക്ഷണത്തിലുള്ള ചില ക്രമീകരണങ്ങൾ, അത് ഞാൻ വിശദീകരിച്ച് പറയാം. മറ്റൊന്ന് ശരിയായ രീതിയിലുള്ള ഈ ഡയബറ്റീസ്, പ്രമേഹത്തിന്റെയും പ്രഷറിന്റെയും മരുന്നുകൾ കഴിച്ച് ഇത് രണ്ടും കൺട്രോൾ ചെയ്ത് വെക്കുക. അനിയന്ത്രിതമായ രക്തസമ്മർദ്ദ സമ്മർദ്ദവും അനിയന്ത്രിതമായ പ്രമേഹവും വൃക്കരോഗങ്ങൾ മൂർച്ഛിക്കാൻ കാരണം. മറ്റൊന്ന് വൃക്കരോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന മറ്റ് പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ഈ പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ വേദന സംഹാരികൾ കൂടുതലായി ഓവർ ദ കൗണ്ടർ നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ അത് വൃക്കരോഗങ്ങൾക്ക് കാരണമാണ്. സോ അത് ഒഴിവാക്കുക, നാട്ടുമരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുക, ഇതൊക്കെയാണ് ഒരു സാധാരണയായി പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനുള്ള രോഗികൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. ആളുകൾക്കിടയിൽ, ഈ വൃക്കരോഗികൾക്കിടയിലുള്ള മറ്റൊരു സംശയം ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഈ വൃക്കരോഗികൾ സ്വീകരിക്കേണ്ട ഭക്ഷണ രീതികളെ കുറിച്ചാണ്. ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൃക്കരോഗങ്ങളുടെ ഒരു ടൈപ്പ് അനുസരിച്ച് പലതരത്തിലുള്ള ഡയറ്റ് മോഡിഫിക്കേഷൻ വേണ്ടി വരും. പക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് പറയാനുള്ളത് വൃക്കരോഗങ്ങൾ ഉണ്ടാവാനും ഓൾറെഡി ഒരു ഏർലി സ്റ്റേജസിലുള്ള വൃക്കരോഗങ്ങൾ കൂടുതൽ മൂർച്ഛിക്കാനും ഏറ്റവും പ്രധാനം ശരീരത്തിലെ ഉപ്പിന്റെ അളവാണ്. ശരീരത്തിൽ തന്നെ ഭക്ഷണത്തിലെ ഉപ്പിന്റെ അളവ്. ഭക്ഷണത്തിലെ ഉപ്പിന്റെ അളവ് പരമാവധി കുറക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ തന്നെ ആഡഡ് സോൾട്സ് ഉള്ള ഈ പിക്കിൾ, അച്ചാറ്, പപ്പടം അല്ലെങ്കിൽ ഉണക്കമീൻ, അതുപോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ്, ഇതൊക്കെ കൂടുതൽ സോൾട്ട് കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കും. സോ ഉപ്പ് കുറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ രീതിയിലുള്ള മാറ്റം. അതോടൊപ്പം പ്രമേഹ രോഗികൾ സ്വാഭാവികമായും പഞ്ചസാരയുടെ അളവ് ഉപയോഗം കുറയ്ക്കുക, ബേക്കറി സാധനങ്ങൾ ഒഴിവാക്കുക, ഇതൊക്കെ ചെയ്യാവുന്നു. മറ്റൊന്ന് ഈ വെള്ളം നമ്മളെങ്ങനെ സാധാരണഗതിയിൽ ഒരു ഏർലി സ്റ്റേജസിൽ വാട്ടർ റെസ്ട്രിക്ഷൻ ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലോണം വെള്ളം കുടിക്കുക എന്നുള്ളത്. അതിനുശേഷം വൃക്കരോഗങ്ങൾ മൂർച്ഛിച്ച് കാലിനും മുഖത്തും നീര് വരിക അല്ലെങ്കിൽ ശ്വാസം മുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ വെള്ളത്തിന്റെ അളവ് സാധാരണയായി കുറച്ചു കൊണ്ടുവരുന്നത്. മറ്റൊന്ന് റെഡ് മീറ്റ്, അതായത് അധികം കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, ബീഫ്, മട്ടൺ മുതലായ ഹൈ പ്രോട്ടീൻ ഡയറ്റ് പരമാവധി കുറയ്ക്കുക. ഇതൊക്കെയാണ് സാധാരണയായി നമ്മൾ ഡയറ്റിൽ സ്വീകരിക്കേണ്ട ചില നടപടികൾ. അതോടൊപ്പം ഈ മൂത്രത്തിൽ കല്ല്, മൂത്രത്തിൽ കിഡ്നി സ്റ്റോൺസ് വരുന്ന രോഗികൾ കുറച്ച് ചില എന്താ പറയുക കുറച്ച് വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് ശരീരത്തിൽ മൂത്രത്തിൽ ഓക്സലേറ്റിന്റെ അളവ് കൂടുമ്പോഴാണ് ഈ സ്റ്റോൺ സാധാരണയായി കിഡ്നി സ്റ്റോൺസ് കണ്ടുവരുന്നത്. സോ ഓക്സലേറ്റ്, ഈ കിഡ്നി സ്റ്റോൺസ് ഉള്ള രോഗികളിൽ ഓക്സലേറ്റ് റിച്ച് ഫുഡ്സ് കുറച്ചു കൊണ്ടുവരണം. ഇത് പ്രധാനമായും നമുക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലുള്ള റെഡ് മീറ്റ്, അതോടൊപ്പം തന്നെ ചോക്ലേറ്റ്സ്, പിന്നെ ഈ നട്ട്സ്, കാഷ്യൂനട്ട്സ്, ആൽമണ്ട്സ്, അങ്ങനെയൊക്കെയുള്ള നട്ട്സുകൾ, അതോടൊപ്പം ഈ ഇലക്കറികൾ, അതായത് സ്പൈനാച്ച് അല്ലെങ്കിൽ ഈ പാലക്, ചില തരത്തിലുള്ള ചീരയുടെ വർദ്ധനം, ഇതൊക്കെ നമുക്ക് ഈ കിഡ്നി സ്റ്റോൺസ് പ്രോൺ ആയിട്ടുള്ള രോഗികളിൽ അളവ് കുറയ്ക്കേണ്ടി വരും. സോ അത് ഇങ്ങനെ ഓരോ അസുഖങ്ങൾക്ക് പലതരത്തിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളാണ് പാലിക്കേണ്ടത്. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപ്പിന്റെ അളവ് പരമാവധി കുറയ്ക്കുക എന്നുള്ളത്. ഡോക്ടർ, നമ്മൾ ഈ വൃക്കരോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അധികം കേൾക്കുന്ന ഒരു വാക്കാണ് ഡയാലിസിസ് എന്നത്. ഒരു വൃക്കരോഗിയെ ഡയാലിസിസിന് വിധേയമാക്കുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഡോക്ടർ? അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഹീമോഡയാലിസിസ് അല്ലെങ്കിൽ പെരിട്ടോണിയം, 2 തരത്തിലുള്ള ഡയാലിസിസ്. ഇപ്പൊ ഡയാലിസിസ് സാധാരണയായി നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നത്? സോ കിഡ്നി ഫെയിലിയർ അത് 2 തരത്തിൽ വരാം. ഒന്നുകിൽ താൽക്കാലികമായ കിഡ്നി ഫെയിലിയർ അഥവാ വൃക്കസ്തംഭനം, താൽക്കാലികമായ വൃക്കസ്തംഭനമാണ്, അതായത് അക്യൂട്ട് റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചറി, അല്ലെങ്കിൽ സ്ഥായിയായ വൃക്കസ്തംഭനം, അതായത് ക്രോണിക് കിഡ്നി ഡിസീസ്. ഈ 2 സന്ദർഭങ്ങളിലും ഡയാലിസിസിന് രോഗികൾ വിധേയരാകാം. സോ ഡയാലിസിസിന് വിധേയരാകുന്ന രോഗികളിൽ ഏറ്റവും സാധാരണയായി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്
ഈ വൃക്കരോഗങ്ങൾ കാരണമുള്ള കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ്. ഉദാഹരണത്തിന് മൂത്രത്തിന്റെ അളവ് വളരെ ഗണ്യമായി കുറയുമ്പോൾ, മൂത്രം തീരെ പോവാതെ ആവുമ്പോൾ, അല്ലെങ്കിൽ അത് കാരണം ശരീരത്തിൽ നീര്, കാലിലും മുഖത്തും ശരീരത്തിലൊക്കെ നീര് വരുമ്പോൾ, ശ്വാസതടസ്സം അനുഭവപ്പെടും. ഇത്തരം നീർക്കെട്ട് ശ്വാസകോശത്തിന് ചുറ്റും വരുമ്പോഴാണ് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നത്. ഇത്തരം ശ്വാസതടസ്സം ഉണ്ടാവുമ്പോൾ, പിന്നെ ശരീരത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ, പൊട്ടാസ്യം കിഡ്നിയാണ് പൊട്ടാസ്യത്തിന്റെ മറ്റു ധാതുലവണങ്ങളുടെ അടക്കം മെയിൻറ്റെയിൻ ചെയ്തു പോകും. കിഡ്നി ഫെയിലിയർ വരുമ്പോൾ സ്വാഭാവികമായും പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുകയും അത് കാരണമുള്ള ദൂഷ്യഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പൊട്ടാസ്യം വളരെ മാരകമായ ഒരു അസുഖത്തിലേക്ക് നയിക്കാം. പൊട്ടാസ്യം കൂടിക്കഴിഞ്ഞ് സാധാരണയായി അത് ഹൃദയത്തെയാണ് ബാധിക്കുന്നത്. ഹൃദയത്തിന്റെ മിടിപ്പിലെ വ്യത്യാസം വരുമ്പോൾ ഹൃദയസ്തംഭനം വരെ സംഭവിക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ് പൊട്ടാസ്യം കൂടുക എന്നത്. സോ അത്തരം സന്ദർഭങ്ങളിലും എമർജൻസിയായി ഡയാലിസിസിന് രോഗികൾ വിധേയരാകപ്പെടും. അതോടൊപ്പം ശരീരത്തിലെ അമ്ലത്തിന്റെ അല്ലെങ്കിൽ ആസിഡിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ കിഡ്നിക്ക് പ്രധാനപ്പെട്ട ഒരു റോള്. സോ ഈ ആസിഡിന്റെ അളവ് കിഡ്നി രോഗികളിൽ കൂടി വരുമ്പോൾ ശ്വാസതടസ്സങ്ങളും മറ്റ് ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴും നമ്മൾ ഡയാലിസിസിന് രോഗികളെ വിധേയരാകും. എന്നാൽ ഈ ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് സ്ഥായിയായ വൃക്കസ്തംഭനം സംഭവിച്ച രോഗികളിൽ ചിലപ്പോൾ ഇത്തരം കോംപ്ലിക്കേഷൻസ് ഇല്ലെങ്കിൽ പോലും ക്രിയാറ്റിന്റെ അളവ് വളരെ കൂടുതലായി ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ, ഉദാഹരണത്തിൽ ഇപ്പോൾ 8 9 മേലെ വരുമ്പോഴും മറ്റ് നോൺ സ്പെസിഫിക് സിംറ്റംസ്, അതായത് യുറീമിയ എന്ന് പറയും, ഈ കിഡ്നിയുടെ പ്രവർത്തനം വളരെ വഷളായി അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് യുറീമിയ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് അമിതമായ ശരീരമാസകരമുള്ള ചൊറിച്ചിൽ, അല്ലെങ്കിൽ ഓക്കാനം, വിട്ടുമാറാത്ത ഛർദി, ഓർമ്മക്കേട്, ഓർമ്മത്തെറ്റ്, ഇതൊക്കെ യുറീമിയയുടെ ഭാഗമായി. സോ ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണുന്ന രോഗികളിൽ, പ്രത്യേകിച്ച് സ്ഥായിയായ വൃക്കസ്തംഭനം സംഭവിച്ചിട്ടുള്ള രോഗികളിൽ നമ്മൾ ഡയാലിസിസിന് വിധേയരാകും. സോ ഇതൊക്കെയാണ് സാധാരണയായി നമ്മൾ ഡയാലിസിസിന് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ലക്ഷണങ്ങൾ. അതോടൊപ്പം ഈ കിഡ്നി സ്ഥായിയായ വൃക്കസ്തംഭനം സംഭവിച്ച രോഗികൾ ക്രിയാറ്റിൻ നമ്മൾ ഒരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒരു പീരിയോഡിക്കലായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അത് കൂടി വരുന്ന ഒരു സാഹചര്യം വരുമ്പോഴും സാധാരണയായി ക്രിയാറ്റിന്റെ ഒരു കട്ട് ഓഫ് എന്ന് പറയാൻ പറ്റും. നമുക്ക് ഓരോ രോഗികൾക്കും ഓരോ വിധത്തിലാണ് ഡയാലിസിസ് ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഇത്ര ക്രിയാറ്റിന് മേലെയായാൽ ഡയാലിസിസ് ചെയ്യണം, അങ്ങനെ ഒരു കട്ട് ഓഫ് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ രോഗികളിലും അത് ഓരോ വിഭിന്നമായിരിക്കും അവരുടെ സിംറ്റംസും കാര്യങ്ങളും. എന്നാലും ഒരു ക്രിയാറ്റിൻ 8 അല്ലെങ്കിൽ 10 മേലെ വരുമ്പോൾ സാധാരണയായി ഡയാലിസിസ് ഇനീഷ്യേറ്റ് ചെയ്യും. നമ്മൾ ഇതുപോലെ പലപ്പോഴും കേൾക്കാറുണ്ട് കിഡ്നി ബയോപ്സി ചെയ്യുന്നതിനെ പറ്റി. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഡോക്ടർ ഇത് ചെയ്യേണ്ടി വരാറുള്ളത്? കിഡ്നി ബയോപ്സി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബേസിക് ടെസ്റ്റുകളെല്ലാം ചെയ്തു അതിനുശേഷം വളരെ സാധാരണയായി കണ്ടുവരുന്ന പ്രമേഹം, ഹൈപ്പർടെൻഷൻ തുടങ്ങിയ രോഗങ്ങളുള്ളവർ, അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല്, അല്ലെങ്കിൽ മൂത്ര തടസ്സം, ഇത്തരം രോഗികളിലൊന്നും സാധാരണയായി ബയോപ്സി ചെയ്യാറ്. എന്നാൽ മൂത്രത്തിൽ പ്രോട്ടീന്റെ അളവ് ക്രമാതീതമായി കൂടുതലുള്ളത്, ഉദാഹരണത്തിന് സാധാരണയായി 3.5 ഗ്രാമിന് മുകളിലൊക്കെ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന അസുഖം കണക്കാക്കപ്പെടുന്നത്. സോ ഇത്തരം സന്ദർഭങ്ങളിൽ മൂത്രത്തിൽ രക്തത്തിന്റെ അളവ് കാണുമ്പോൾ, മറ്റ് അൺഎക്സ്പ്ലെയിൻഡ് റീനൽ ഫെയിലിയർ, പെട്ടെന്ന് ഒരു രോഗി ക്രിയാറ്റിൻ കൂടി വരുന്നു എന്നാൽ നമുക്ക് ബാക്കി വേറെ അസുഖങ്ങൾ, അതിനോട് ബന്ധപ്പെട്ടുള്ള ഒരു അസുഖങ്ങൾ കണ്ടെത്താനാവാതെ വരുന്നു, ഉദാഹരണത്തിന് പ്രമേഹമോ പ്രശ്നമോ ഒന്നുമില്ലാതെ അൺഎക്സ്പ്ലെയിൻഡ് റീനൽ ഫെയിലിയർ ആയിട്ട് വരുമ്പോൾ നമ്മൾ ബാക്കി ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ സ്കാനിങ്ങോ ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത അവസരത്തിൽ നമ്മൾ ഡയറക്റ്റ് കിഡ്നി ബയോപ്സി ചെയ്ത് ഈ അസുഖം കണ്ടുപിടിക്കും. സോ സാധാരണയായി നമ്മൾ കിഡ്നി ബയോപ്സി ചെയ്യുന്ന 3 കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, അതായത് കിഡ്നിയിലെ ഈ ഒരു പാട എന്ന് പറഞ്ഞത് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്ന ആ പാടയിൽ ഉണ്ടാകുന്ന ഡാമേജ് കാരണം മൂത്രത്തിൽ കൂടെ രക്തവും പ്രോട്ടീനും വരുന്ന അസുഖത്തിനാണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. അതോടൊപ്പം യൂഷ്വലി BP കൂടി വരാറ്. അത്തരം ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന അസുഖത്തിന്റെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അത് പല വകഭേദങ്ങളുണ്ട്. ആ വകഭേദങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ബയോപ്സി ചെയ്യും. അതോടൊപ്പം ഈ നെഫ്രോട്ടിക് സിൻഡ്രോം, പ്രോട്ടീൻ കൂടുതലായി പോയി ശരീരത്തിൽ നീര് വെക്കുന്ന അസുഖത്തിനാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. ഈ അസുഖം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ വകഭേദങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ബയോപ്സി ചെയ്യും. ഈ വകഭേദം കണ്ടുപിടിക്കുന്നതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഓരോ അസുഖത്തിനും ഓരോ വിധത്തിലാണ് ചികിത്സയിൽ പല വ്യത്യാസങ്ങളുണ്ട്. സോ അത്തരം വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നെഫ്രോട്ടിക് സിൻഡ്രോം നമ്മൾ ബയോപ്സി ചെയ്ത് കണ്ടുപിടിക്കും. അതല്ലാതെ ചില ജനിതകമായ അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, പിന്നെ ഡയബറ്റിസ് രോഗികളിൽ സാധാരണയായി കിഡ്നിയിൽ വരുന്ന അപാകതകളല്ലാതെ ഒരു അറ്റിപ്പിക്കൽ സിംറ്റംസ്, അറ്റിപ്പിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് സാധാരണ കണ്ടുവരാത്ത പെട്ടെന്ന് ക്രിയാറ്റിൻ കൂടുക, മൂത്രത്തിൽ രക്തത്തിന്റെ അളവ് വളരെ കൂടുതലായി കാണുക, അല്ലെങ്കിൽ പ്രോട്ടീൻ ഒരു വളരെ 10 ഗ്രാമിലോ 5 ഗ്രാമിലോ കൂടുതൽ പ്രോട്ടീൻ മൂത്രത്തിൽ കൂടെ പോകും, ഇതൊക്കെ അറ്റിപ്പിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടാവും. ഡയബറ്റിസ് രോഗികൾ സാധാരണയായി കണ്ടുവരാം. അത്തരം അറ്റിപ്പിക്കൽ ഫീച്ചേഴ്സ് ഉള്ള രോഗികളിൽ നമ്മൾ കിഡ്നി ബയോപ്സി ചെയ്ത് രോഗം നിർണ്ണയിക്കും.
ഡോക്ടർ അതുപോലെ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഈ വൃക്കസ്തംഭനത്തിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഒരിക്കൽ വൃക്കസ്തംഭനം ഉണ്ടായാൽ അത് ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ സാധ്യതയുണ്ടോ ഡോക്ടർ? അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. വൃക്കസ്തംഭനം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വൃക്കസ്തംഭനം രണ്ട് തരത്തിലാണ്. രണ്ടും രണ്ട് ഡിഫറെന്റ് എൻറ്റിറ്റിയാണ്. അതായത് ഒന്ന് അക്യൂട്ട് കിഡ്നി ഇൻജറി അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ, അതായത് താൽക്കാലികമായ വൃക്കസ്തംഭനം. രണ്ടാമത്തത് സ്ഥായിയായ വൃക്കസ്തംഭനം അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ്. സോ ഈ അക്യൂട്ട് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ താൽക്കാലികമായ വൃക്കസ്തംഭനത്തിന്റെ സാധാരണ കാരണങ്ങളാണ്, അതായത് ഈ അമിതമായ രക്തസ്രാവം, ആക്സിഡന്റ് കാരണം, മറ്റു ട്രോമകൾ അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം അല്ലെങ്കിൽ ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള അമിതമായ രക്തസ്രാവം, പിന്നെ വയറ്റുപോക്ക് അല്ലെങ്കിൽ ഛർദിയൊക്കെ വന്ന് ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഫെയിലിയർ സംഭവിക്കുമ്പോൾ, ഹാർട്ട് ഫെയിലിയർ സംഭവിക്കുമ്പോൾ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ, പിന്നെ മറ്റൊന്ന് ഇൻഫെക്ഷൻസ്, വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഇൻഫെക്ഷൻസ്, ഉദാഹരണത്തിന് എലിപ്പനി, മലമ്പനി, ഡെങ്കു പനി പോലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകും. അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും സീരിയസ് ഇൻഫെക്ഷൻസ്, നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, ന്യൂമോണിയ പോലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകും. അതല്ലെങ്കിൽ മൂത്ര തടസ്സം, സ്റ്റോൺ, കിഡ്നി സ്റ്റോൺ കൊണ്ടൊക്കെ മൂത്ര തടസ്സം സംഭവിക്കും. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് സാധാരണയായി താൽക്കാലികമായ ഒരു വൃക്കസ്തംഭനം സംഭവിക്കുന്നത്. ഇത്തരം കേസുകളിൽ നമ്മൾ ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുകയും അതോടൊപ്പം ഈ ക്രിയാറ്റിൻ ക്രമാതീതമായി വർദ്ധിക്കുകയോ മറ്റു കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥ എത്തുകയും ചെയ്യുകയാണ്. ഇത്തരം പേഷ്യൻസിൽ നമ്മൾ കുറച്ച് ഡയാലിസിസ് ചെയ്തു കഴിഞ്ഞാൽ സാധാരണയായി റിക്കവറി ചെയ്തു വരാറ്. വളരെ ചുരുക്കം ആളുകൾ ചിലപ്പോൾ സ്ഥായിയായ വൃക്കസ്തംഭനത്തിലേക്ക് പോകാമെങ്കിലും മെജോറിറ്റി ഓഫ് കേസസ് നമുക്ക് ഇത്തരം താൽക്കാലികമായ വൃക്കസ്തംഭനങ്ങൾ റിക്കവർ ചെയ്തു വരാറ്. ഇത്തരം പേഷ്യൻസിൽ കുറച്ചു കാലം, മേ ബി 2 വീക്സ് അല്ലെങ്കിൽ 4 വീക്സ് ഡയാലിസിസ് സപ്പോർട്ട് കൊടുത്തതിന് ശേഷം അത് കഴിഞ്ഞ് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഡയാലിസിസിന്റെ ആ ഡ്യൂറേഷൻ ഓരോ രോഗികളിൽ വ്യത്യസ്തമായിരിക്കും. വളരെ ചുരുക്കം ആളുകളിൽ ചിലപ്പോൾ സ്ഥിരമായി ഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥയും വരാം. നേരെ മറിച്ച് ഒരു സ്ഥായിയായ വൃക്കസ്തംഭനം സംഭവിക്കുന്നത്, അതായത് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്ന അസുഖമുള്ളത്, അതായത് ഈ പ്രമേഹം, പ്രഷറൊക്കെ കാരണം കുറെ കാലമായി ക്രിയാറ്റിൻ കൂടി നിൽക്കുന്ന ആളുകളിൽ ഒരു കാലക്രമേണ വരുന്ന കിഡ്നി ഡാമേജ്, പ്രോഗ്രസീവ് ചെയ്ത് വരുന്ന കിഡ്നി ഡാമേജുകൾ വരുമ്പോൾ അത്തരം രോഗികളിൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണയായി നമുക്ക് നിർത്താൻ സാധിക്കാറില്ല. പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക അല്ലെങ്കിൽ വൃക്കമാറ്റി ശസ്ത്രക്രിയ പോലുള്ള ചികിത്സാ രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ് അത്തരം രോഗികളിലുള്ള ഒരു ഓപ്ഷൻ. എന്നാൽ ഇത്തരം രോഗികളിലും സി കെ ഡി പേഷ്യൻസിനും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ കാരണമോ അല്ലെങ്കിൽ ഒരു മൂത്രതടസ്സം, പ്രോസ്റ്റേറ്റിന്റെ ഒക്കെ നീക്കം കാരണം മൂത്രതടസ്സം കാരണമോ ഒക്കെ പെട്ടെന്ന് ക്രിയാറ്റിൻ കൂടി വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ കുറച്ച് ഡയാലിസിസിന് ശേഷം പഴയ പൂർവ്വസ്ഥിതിയിലേക്ക്, നോർമൽ ആയില്ലെങ്കിൽ പൂർവ്വസ്ഥിതിയിലേക്ക് ക്രിയാറ്റിൻ വരികയാണെങ്കിൽ നമുക്ക് ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഡോക്ടർ, നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിനും ഇത്രയും ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിനും. ഹലോ ഡോക്ടറിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് വൃക്ക രോഗങ്ങളെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിച്ചത് ചാല ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സാരംഗ് വിജയനാണ്. ഹലോ ഡോക്ടറുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.